Hi all, welcome to this video. So, vital സയൻസിൻ്റെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള റെസ്പിറേഷനിലേക്കാണ് നമ്മളിന്ന് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത് നിങ്ങൾക്കറിയാം, റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ബ്രീത്തിങ്. It involves two processes, that is inspiration and expiration followed by a pause. Well, respiration may be external or internal. Anatomy and physiology ഒക്കെ ഇതിൻ്റെ നിങ്ങൾ തറവാണെന്ന് എനിക്കറിയാം. So, in respiration, it is the act of breathing. It involves two processes, that is inspiration and expiration. Respiration may be external or internal. External respiration is the movement of air between environment and the lungs, whereas internal respiration is the movement of oxygen between the blood and the tissues. So, respiration എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ്, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. അത് എക്സ്റ്റേണലും ഇൻറ്റേർണലും ഉണ്ട്. റെസ്പിറേഷൻ എക്സ്റ്റേണൽ റെസ്പിറേഷനും ഉണ്ട്, ഇൻറ്റേർണൽ റെസ്പിറേഷനും ഉണ്ട്. അതിൽ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ എൻവയോൺമെൻ്റ് എല്ലാം ലങ്സിൽ നടക്കുന്നതാണ്. ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ്. ബ്ലഡ് പോയിട്ട് ഓക്സിജൻ സെൽസിന് വേണ്ടി കൈമാറുന്നു. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. Next one is characteristics of respiration. Respiration is assessed to determine the rate, depth, rhythm and easiness of respiration. Normal breathing is effortless, automatic, regular, even and produce no noise. ഇപ്പോൾ സാധാരണഗതിയിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി അസസ്ഡ് ടു ഡിറ്റർമൈൻ റേറ്റ്, ഡെപ്ത്, റിതം ആൻഡ് ഈസിനെസ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് റെസ്പിറേറ്ററി റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫുൾ റെസ്പിറേഷൻ ഇൻ എ മിനിറ്റ്. റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എത്ര റെസ്പിറേഷൻ, ഫുൾ റെസ്പിറേഷൻ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫുൾ റെസ്പിറേഷൻ ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്രമാത്രം നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഏകദേശം 16 മുതൽ 20 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ്. നോർമൽ ആയിട്ടുള്ള ഒരു അഡൽറ്റിനെ സംബന്ധിച്ച് 16 മുതൽ 20 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ് നോർമൽ. അതിൽ 20 കൂടിയാൽ നമ്മൾ അതിനെ ടാക്കിപ്നിയ എന്നും 10 കുറഞ്ഞാൽ അതിനെ നമ്മൾ ബ്രാഡിപ്നിയ എന്നും വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്, വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ടാക്കിപ്നിയ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 20 ബ്രെത്ത്സ് പെർ മിനിറ്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 10 ബ്രെത്ത്സ് പെർ മിനിറ്റ് ഇറ്റ് ഈസ് കോൾഡ് ബ്രാഡിപ്നിയ. Then next term is apnea is the absence of breathing. Apnea എന്ന് പറയുന്നത് absence of breathing ആണ്. If apnea occurs more than 4 to 6 minutes, brain damage and death might occur. apnea എന്ന് പറയുന്നത് cessation of breathing അല്ലെങ്കിൽ absence of breathing, ശ്വാസം എടുക്കാത്ത അവസ്ഥേനെയാണ് നമ്മൾ apnea എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇപ്പോൾ അപ്നിയ തന്നെ ഒരു 6 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ, 4 മുതൽ 6 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ അത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഡെത്ത് വരെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമ്മൾ റേറ്റ് നോക്കുന്നത് ഒരു ഫുൾ ഇൻസ്പിറേഷനെയും ഒരു ഫുൾ എക്സ്പിറേഷനെയാണ് നമ്മൾ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി റേറ്റ് 1 എന്ന് കണക്കാക്കുന്നത്. അതാണ് നോർമൽ. 16 മുതൽ 20 വരെ ഒരാൾക്ക് നോർമലായിട്ടുള്ളത്. ഇനി വേറൊരു ടേമും കൂടി ഉണ്ട്, യൂപ്നിയ എന്ന് പറയുന്നത്. യൂപ്നിയ എന്ന് പറയുന്നത് നോർമൽ റെസ്പിറേഷനെയാണ് നമ്മൾ യൂപ്നിയ എന്ന് പറയുന്നത്. നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എഫോർട്ട്ലെസ്, ഓട്ടോമാറ്റിക്, റെഗുലർ, ഈവൻ ആൻഡ് പ്രൊഡ്യൂസ് നോ നോയ്സ്. ഒരു സൗണ്ടും ഇല്ലാതെ ഈസി ആയിട്ട് എഫോർട്ടൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു റെസ്പിറേഷനെ ആണെങ്കിൽ അതിന് നമ്മൾ യൂപ്നിയ എന്ന് പറയുന്നു. വേറാസ് അപ്നിയ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആണ്. Then next characteristics of respiration is respiratory depth. Depth of respiration is assessed by observing the movement of the chest wall. In normal respiration, a person inhales about 500 ml of air and the diaphragm moves about 1 centimeter down and ribs retract upward about 1.2 to 2.5 centimeter.
നോർമലി ഒരു പേഴ്സൺ ഇൻഹെയിൽ ചെയ്യുന്നത് ഏകദേശം 500 ml ഓഫ് എയർ ആണ്. ആ സമയത്ത് ഡയഫ്രം 1 സെൻറ്റിമീറ്റർ ഡൗണിലേക്ക് പോവുകയും റിബ്സൊക്കെ റിട്രാക്റ്റ് ചെയ്ത് അത് അപ്വേർഡിലേക്ക് വരികയും ചെയ്യും. ഇതാണ് നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. 500 ml ഓഫ് എയർ ഇൻഹെയിൽ ചെയ്ത് കളയുന്നുണ്ട്. ആ സമയത്ത് ഡയഫ്രം 1 സെൻറ്റിമീറ്റർ ഡൗണും റിബ്സ് അപ്വേർഡ് മൂവ്മെൻറ്റുമാണ് നടത്തുന്നത്. The next one is full expansion of lungs with full exhalation is a deep inspiration. അത് ഫുൾ എക്സ്പാൻഷൻ ഓഫ് ദ ലങ്സ് ആണ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഡീപ്പ് റെസ്പിറേഷൻ എന്നാണ്. വളരെ ശ്വാസം പയ്യെ എടുത്ത് കുറേ നേരം എടുത്ത് ഉള്ളിലേക്ക് എടുക്കുകയും പയ്യെ അത് പൂർണ്ണമായിട്ടും വിടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീപ്പ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ദ നേഴ്സ് സബ്ജക്റ്റീവ്ലി ഡിസ്ക്രൈബ്സ് റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് ആസ് നോർമൽ, ഡീപ്പ് ഓർ ഷാലോ. അപ്പോൾ നമ്മൾ ഡെപ്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലാണോ അല്ലെങ്കിൽ ഡീപ്പാണോ അല്ലെങ്കിൽ ഷാലോ ആയിട്ടാണോ അവരെടുക്കുന്നത്. ഫുൾ എഫേർട്ട് എടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഡീപ്പ് എന്ന് പറയുന്നു. മേലെ കൂടെ ചെറുതായിട്ട് മാത്രം അവർ എഫേർട്ടൊന്നും എടുക്കാതെ എടുക്കുകയാണെങ്കിൽ, തീരെ ഒരു എക്സ്പാൻഷൻ ഒന്നും ലങ്സിൽ കാണിക്കുന്നില്ല എങ്കിൽ അതിന് നമ്മൾ ഷാലോ റെസ്പിറേഷൻ എന്നും പറയുന്നു. അപ്പോൾ റെസ്പിറേറ്ററി റേറ്റിൽ നമ്മൾ നോക്കേണ്ട നമ്പറാണ്. ഡെപ്തിൽ നമ്മൾ നോക്കേണ്ട നോർമലാണോ ഡീപ്പാണോ ഷാലോ ആണോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. Next characteristic features is respiratory rhythm. Breathing can be determined by observing the chest or the abdomen. In normal respiration, a person's inhale about 500 ml of air and diaphragm moves about 1 centimeter down and ribs retract upward about 1.2 to 2.5 centimeter. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെപ്ത് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു പേഴ്സൺ ഇൻഹെയിൽ ചെയ്യേണ്ടത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡീപ്പ് എന്ന് പറയും. അതിലും കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഷാലോ എന്നും പറയുന്നു. അപ്പോൾ ഋതത്തിൽ നമുക്ക് പറയാനുള്ളത് ചെസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അബ്ഡോമൻ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രീത്തിങ് പാറ്റേണിലെ റിതം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡയഗ്രമാറ്റിക് ബ്രീത്തിങ് റിസൾട്ട്സ് ഫ്രം ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഈസ് എ ബെസ്റ്റ് ഒബ്സർവ്ഡ് ബൈ വാച്ചിങ് ദ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ നമുക്ക് ആ ഒരു കറക്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ദ യങ് ചിൽഡ്രൻ may breathe slowly for a few seconds and then suddenly breathe more rapidly. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരാദ്യം ഏറ്റവും യങ് ആയിട്ടുള്ളൊരു കുട്ടീനെ സംബന്ധിച്ച് അവരാദ്യം പയ്യെ ബ്രീത്തിങ് എടുക്കുകയും പിന്നെ സഡൻലി അത് കൂട്ടി വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ റിതം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് അബ്ഡോമനൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം നോസിലൂടെയാണ് നമ്മൾ എയർ ഇൻഹെയിൽ ചെയ്തെടുക്കുന്നത്. നേസൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, പിന്നെ ഉള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലാരിങ്സ്, ദെൻ ട്രക്കിയ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രോങ്കെ, ദെൻ ബ്രോങ്ക്യോൾസ്, ഫൈനലി ലങ്സിൽ ആൽവിയോളയൊക്കെ ഉണ്ട്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റി കൂടുതൽ പറയാത്തത് നിങ്ങൾക്കത് അറിയുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് റെസ്പിറേഷൻ എന്ന് നോക്കാം. അപ്പോൾ റെസ്പിറേഷൻ കൂട്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പെയിൻ ഉണ്ടെങ്കിൽ റെസ്പിറേഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. അതുപോലെ BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്, അതും ഇതിനനുസരിച്ച് കൂടും. എക്സസൈസ് ചെയ്യുമ്പോൾ റെസ്പിറേഷൻ കൂടും. ഇനി സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ദാറ്റ് ഓൾസോ എഫക്റ്റിംഗ് റെസ്പിറേഷൻ. ദെൻ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് റെസ്പിറേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് റിക്വയർസ് മോർ ഓക്സിജൻ. സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ഇൻഅഡിക്വേറ്റ് ആണ് ടിഷ്യൂവിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റേറ്റ് കൂട്ടുന്നത്. ദെൻ പൈറക്സിയ എന്ന് പറയുന്നത് ഫീവറാണ്. അപ്പോൾ ഫീവറിൻ്റെ കേസിലും റെസ്പിറേഷൻ കൂടുന്നുണ്ട്. ഇനി കുറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഡെപ്ത് കുറയും. പെയിൻ ഉണ്ടെങ്കിൽ ഡെപ്ത് കുറയും. അതുപോലെ ഇനി പാത്തോളജിക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ സെഡേറ്റീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മയക്കാനുള്ളയും വേദന സംഹാരികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പിറേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ദെൻ പാരാസിമ്പത്തറ്റിക് റിലാക്സേഷൻ്റെ സമയത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫാക്ടേഴ്സ് ഏജ് എങ്ങനെയാണ് നമ്മളെ റെസ്പിറേഷൻ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. റെസ്പിറേറ്ററി റേറ്റ് ഈസ് ഡിക്രീസസ് നോർമലി വിത്ത് അഡ്വാൻസിങ് ഏജ് കൂടുന്നതിനനുസരിച്ച് റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതായത് അറ്റ് ബർത്തിൽ ന്യൂ ബോൺ പീരീഡിൽ 35 to 40 ആണ് ബ്രെത്ത്
ഒരു മിനിറ്റിൽ എടുക്കുന്നതെങ്കിൽ ഇൻഫാൻറ്റ് പീരീഡിൽ, അതായത് 1 year ഓഫ് ഏജ് വരെ 26 to 30 ആണ്, അല്ലെങ്കിൽ 30 to 50 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ് എടുക്കുന്നത്. ടോട്ടലർ പീരീഡിൽ, അതായത് 1 to 3 years ഓഫ് ഏജിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ 25 to 32 ആണ് നോർമൽ റേഞ്ച്. പിന്നെ ചിൽഡ്രനെ സംബന്ധിച്ചിടത്തോളം 20 to 30 ആണ് നോർമൽ റേഞ്ച്. അഡോളസെൻ്റ് പീരീഡ് ആകുമ്പോഴത്തേക്കും അത് 16 to 20 ആണ് നോർമൽ റേഞ്ച്. അഡൽട്ട്സ് ആകുമ്പോഴും സെയിം ആണ്. ഓൾഡ് ഏജ് ആകുമ്പോൾ 10 to 24 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഏജിനെ പറ്റി പറയാനുള്ളത്. ഇനി ജെൻഡർ. In males, respiratory movements are primarily diaphragmatic, whereas in women there is greater use of intercostal muscles. അപ്പോൾ മെയിലിനെയും ഫീമെയിൽസിനെയും സംബന്ധിച്ച് ആകെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മെയിൽസ് റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ് ഡയഫ്രമാറ്റിക് ആയിരിക്കും, പക്ഷേ ഫീമെയിൽസ് ആണെങ്കിൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സസൈസ്. Exercise increase rate and depth of respiration to meet the body's needs for additional oxygen and to get rid of carbon dioxide. അപ്പോൾ എക്സസൈസിൻ്റെ സമയത്ത് റേറ്റും ഡെപ്തും കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അഡീഷണൽ ഓക്സിജൻ നീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേറ്റും ഡെപ്തും കൂട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കേഷൻ. Some medications decreases the respiratory rate and others increases it. ചില മെഡിക്കേഷൻസ്, അതായത് നാർക്കോട്ടിക് അനാൽജസിക്സ്, ജനറൽ അനസ്തെറ്റിക്സ്, സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക് ഏജൻസ്, അതൊക്കെ റേറ്റിനെ ഡിക്രീസ് ചെയ്യുകയും ആംഫിറ്റാമിൻ, കൊക്കെയിൻ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളത് മെഡിസിൻ എന്ന് പറയുന്നത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആണ്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് സ്ലോ ചെയ്ത് എയർവേ ഡയലറ്റേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. അപ്പോൾ ആസ്മയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെഡിസിൻ ആണ് കൊടുക്കുക, ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെസ്. Increased environmental temperature and lowered oxygen concentration at high altitude increases respiratory rate. ഇപ്പോൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. ദെൻ അടുത്ത ഫാക്ടേഴ്സ് ആർ അക്യൂട്ട് പെയിൻ. പെയിൻ ആൾട്ടേഴ്സ് റേറ്റ് ആൻഡ് റിതം ഓഫ് റെസ്പിറേഷൻ. ബ്രീത്തിങ് ബിക്കംസ് ഷാലോ ആൻഡ് ദ ക്ലൈൻറ്റ് മേ ഇൻഹിബിറ്റ് or splint chest wall movement when pain is present in the area of chest or abdomen. അപ്പോൾ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, അത് ഹാർട്ട് റേറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞിരുന്നു, ഹാർട്ട് റേറ്റ് ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് പെയിൻ ഉള്ള സമയത്ത് റേറ്റും ഋതവും പ്രോബ്ലം ഉണ്ടാവും. ദ നെക്സ്റ്റ് വൺ ഇസ് ആങ്സൈറ്റി. ആങ്സൈറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം ആസ് ദാറ്റ് ഓഫ് pain, increases rate and depth of respiration as a result of sympathetic stimulation. Sympathetic stimulation ഉള്ളതുകൊണ്ട് തന്നെ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് സ്മോക്കിംഗ്. Chronic smoking causes changes in lungs airways, resulting in increased rate of respiration even at rest. ഇപ്പോൾ ക്രോണിക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരാൾ, ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട് പുകവലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ചേഞ്ചസ്, ലങ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. ഈ പുകേൻ്റെ നിക്കോട്ടിൻ്റെ കറയൊക്കെ അവരുടെ ലങ്സിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും റേറ്റൊക്കെ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം അവരുടെ ബോഡീസ് നീഡ്, ഓക്സിജൻ്റെ ഡിമാൻഡ് മീറ്റപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും തന്നെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് അനീമിയ. അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ബ്ലഡിൽ കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഡിക്രീസസ് ഓക്സിജൻ ക്യാരിങ് ഹീമോഗ്ലോബിൻ ആൻഡ് മേ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബ്ലഡിൽ ഓക്സിജനെ കൊണ്ടുപോകുന്ന ആൾ എന്ന് പറയുന്നത്, ടിഷ്യൂസിലേക്ക് ഓക്സിജനെ കൊണ്ടുപോകുന്ന ആൾ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ്. അങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീമോഗ്ലോബിൻ വേണ്ടത്ര അഡിക്വേറ്റ് എമൗണ്ടിൽ നമ്മുടെ ടിഷ്യൂസിലേക്ക് എത്താൻ പറ്റാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു, റേറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെയുള്ള ഫാക്ടർ എന്ന് പറയുന്നത് പാത്തോളജിയാണ്. പാത്തോളജി മീൻസ് എനി റെസ്പിറേറ്ററി ഡിസീസസ്, എനി ആൾട്രേഷൻസ് in the normal respiratory structures may results in changes in respiratory rate, depth and pattern. ഏതെങ്കിലും തരത്തിലുള്ള റെസ്പിറേറ്ററി അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസമുട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്
അതുപോലെ തന്നെ ബ്രെയിൻ ലീഷൻസ് ഓഫ് ദ ബ്രെയിൻ സച്ച് ആസ് ഹെമറേജ്, ട്യൂമേഴ്സ്, ഏതെങ്കിലും ബ്രെയിനിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ കോസ് എ ചേഞ്ച് ഇൻ ബോത്ത് ഡെപ്ത് ആൻഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ. അത് ഡെപ്തിലും റേറ്റിലും ബ്രെയിൻ ലീഷൻസും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടെങ്കിലും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസ്പിറേഷൻ. നെക്സ്റ്റ് വൺ ഇസ് ആൾട്രേഷൻസ് ഇൻ റെസ്പിറേഷൻ. ഫസ്റ്റ് പറയുന്നത് അപ്നിയാണ്. ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്നിയ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് റെസ്പിറേഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ സെവറൽ സെക്കൻഡ്സിലേക്ക് റെസ്പിറേഷൻ ഒന്ന് നിന്ന് പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ അപ്നിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്. ഇഫ് അപ്നിയ ഒക്കേഴ്സ് മോർ ദാൻ 10 minutes, brain damage and death might occur. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The next one is respiratory arrest. It is the persistent cessation of റെസ്പിറേഷൻ്റെ റെസ്പിറേഷൻ നിന്ന് പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്നിയ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് റെസ്പിറേഷൻ ഇല്ലാത്ത അവസ്ഥയാണ് അപ്നിയ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് സെസേഷൻ ഓഫ് റെസ്പിറേഷൻ. ഡിസ്നിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് എടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്നിയ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്നിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസ്ഡ് എഫോർട്ട് ടു എക്സെയിൽ ആൻഡ് ഇൻഹെയിൽ. ഇപ്പോൾ ഡിസ്നിയ എന്ന് പറയുന്നത് ശ്വാസം ഒരാൾക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്നിയ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ടാക്കിപ്നിയ. ടാക്കിപ്നിയ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ബ്രീത്തിങ് ഈസ് അബ്നോർമലി റാപ്പിഡ്. ടാക്കിക്കാർഡിയ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹാർട്ട് റേറ്റ് കൂടുന്നതിനെയാണ് നമ്മൾ ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത്. ടാക്കിപ്നിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോളിപ്നിയ എന്ന് പറയുന്നത് റേറ്റ് 20 കൂടുതലാണ്, പക്ഷേ റെഗുലർ ആണെങ്കിൽ അതിനെ നമ്മൾ ടാക്കിപ്നിയ എന്ന് പറയുന്നു. ബ്രാഡിപ്നിയ എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്. അതിനെയാണ് നമ്മൾ 10 breaths per minute കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഡിപ്നിയ എന്ന് പറയുന്നത്. ഇനി ഓർത്തോപ്നിയ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ക്യാൻ ബ്രീത്ത് ഓൺലി ഇൻ ആൻ അപ്രൈറ്റ് പൊസിഷൻ. ക്ലയൻറ്റിന് നിൽക്കുമ്പോൾ മാത്രം, ഒരു അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ അവർക്ക് ഇതെടുക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർത്തോപ്നിയ എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത് റേറ്റും ഡെപ്തും കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ദർ ഈസ് എക്സസീവ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് ബ്ലോയിങ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കൂടുതൽ ഓക്സിജൻ എടുക്കുകയും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വിടുകയും ചെയ്യുന്ന കണ്ടീഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോവെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിക്രീസ്ഡ് O2 ഇൻടേക്ക് ആൻഡ് ഡിക്രീസ്ഡ് CO2 എക്സലേഷൻ. നേരത്തെ ഹൈപ്പർ വെന്റിലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ എക്സസീവ് ഇൻടേക്ക് ഓഫ് ഓക്സിജനും എക്സസീവായിട്ട് കാർബൺ ഡയോക്സൈഡ് പോകുന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റേറ്റും ഡെപ്തും ഒക്കെ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ്. Then next one is respiratory pattern. അതിലിപ്പോൾ ടാക്കിപ്നിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. ബ്രാഡിപ്നിയ എന്ന് പറയുന്നത് ഒരു ആമേനെ പോലെ ഇഴഞ്ഞ് വെരി സ്ലോലി പോകുന്നുണ്ട്. ദെൻ ബയോട്സ് മീൻസ് ഇറഗുലറായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ബയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ ആണ്. ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലർ റെസ്പിറേറ്ററി റിതം വിത്ത് ആൾട്ടർനേറ്റിംഗ് പീരീഡ്സ് ഓഫ് അപ്നിയ ആൻഡ് ഹൈപ്പർ വെന്റിലേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലർ റെസ്പിറേറ്ററി റിതം ഇറഗുലർ ആയിരിക്കും ആൻഡ് വിത്ത് ആൾട്ടർനേറ്റിംഗ് പീരീഡ് ഓഫ് അപ്നിയ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്നിയ ഉണ്ടാവും, അതായത് ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേഷൻ ഉണ്ടാവില്ല, കൂടാതെ ഹൈപ്പർ വെന്റിലേഷൻ ആയിരിക്കും. ചില സമയത്ത് ഹൈപ്പർ വെന്റിലേഷൻ ആയിരിക്കും, ചില സമയത്ത് അപ്നിയ ആയിരിക്കും. അപ്പോൾ റെസ്പിറേറ്ററി സൈക്കിൾ ബിഗിൻസ് വിത്ത് എ സ്ലോ ഷാലോ ബ്രീത്ത് ദാറ്റ് ഗ്രാജുവലി ഇൻക്രീസസ് ടു അബ്നോർമൽ ഡെപ്ത് ആൻഡ് റാപ്പിഡ്ലി increases to 10 to 20 seconds and then a period of apnea before normal respiration resumes. അതാണ് ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറഗുലർ ആയിട്ടാണ് തുടങ്ങുക, വെരി സ്ലോ ആയിട്ടാണ് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫാസ്റ്റ് ആയിട്ടായിരിക്കും, പിന്നെ ഒരു സെസേഷൻ, കുറച്ച് നേരം ഉണ്ടാവുകയില്ല റെസ്പിറേഷൻ. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ദെൻ കുസ്മൽസ് റെസ്പിറേഷൻസ് ആർ അബ്നോർമലി ഡീപ്പ് ബട്ട് regular, similar to hyperventilation. Example, client with diabetic
കീറ്റോ അസിഡോസിസ്. കുസ്മൽസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അബ്നോർമലി ഡീപ്പാണ്, പക്ഷേ റെഗുലർ ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് റെഗുലർ അല്ല, ഇറഗുലർ ആണ്. പക്ഷേ കുസ്മൽസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് റെഗുലർ ആണ്. ഹൈപ്പർ വെന്റിലേഷൻ പോലെയുള്ള ഡീപ്പായിട്ടുള്ള റെസ്പിറേഷനെയാണ് നമ്മൾ കുസ്മൽസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയബറ്റിക് കീസ്റ്റോ അസിഡോസിസ് ഒക്കെ ഉള്ളവർക്ക് കുസ്മൽസ് റെസ്പിറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദ നെക്സ്റ്റ് വൺ ഇസ് ബയോട്സ് റെസ്പിറേഷൻ. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം that causes shallow breathing interrupted by irregular periods of apnea. ഇത് വെരി ഷാലോ ബ്രീത്തിങ് ആയിരിക്കും, പക്ഷേ ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാവും, ഒരു അപ്നിയ ഉണ്ടാവും. അത് ആണ് ബയോട്സ് റെസ്പിറേഷൻ. ഇതിൻ്റെ കൂടെ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്നും പറയുന്നു. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഇതാണ് ചെയിൻ സ്ട്രോക്ക് ബ്രീത്തിങ് എന്ന് പറയുന്നത്. റാപ്പിഡ് ബ്രീത്തിങ് ആണ് ഫോളോഡ് ബൈ അപ്നിയ. ഇവിടെ ഇറഗുലർ ആണ് റെസ്പിറേഷൻ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. റാപ്പിഡ് ബ്രീത്തിങ് ആണ്, അപ്നിയ ഉണ്ടാവും, ഇറഗുലർ റെസ്പിറേഷൻ ആണ്. കണ്ടോ, ഇൻ ബിറ്റ്വീൻ ആദ്യം വന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ്, പിന്നെ ഒരു അപ്നിയ, പിന്നെ വീണ്ടും റാപ്പിഡ് ബ്രീത്തിങ്, പിന്നെ ഇത് മൊത്തം ഇറഗുലർ റെസ്പിറേഷനെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുസ്മൽസ് ബ്രീത്തിങ്ങും നോർമൽ ബ്രീത്തിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആദ്യത്തേത് നോർമൽ ബ്രീത്തിങ് ആണ്, ഡെപ്ത് ഒക്കെ നോർമലാണ്, റെഗുലർ ആണ്. പക്ഷേ കുസ്മൽസ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അബ്നോർമലി ഡീപ്പാണ്, പക്ഷേ റെഗുലർ തന്നെയാണ്. റെഗുലറായിട്ട് വരുന്നുണ്ട്, അബ്നോർമലി ഡീപ്പാണ്, അതായത് ഹൈപ്പർ വെന്റിലേഷൻ പോലെയാണ്. അതാണ് കുസ്മൽസ് റെസ്പിറേഷനും നോർമൽ റെസ്പിറേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ എന്താ സംഭവിക്കുക, ദ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ ആണെങ്കിൽ ഇറഗുലർ ആണ്, ഒരു റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ട്, അപ്നിയ ഉണ്ട്, പിന്നെ റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ട്, അപ്നിയ ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷനും കുസ്മൽസ് ബ്രീത്തിങ്ങും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസ്പിറേഷനിൽ പറയാനുള്ളൂ. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ആക്ട് ഓഫ് ബ്രീത്തിങ് ആണ്. അപ്പോൾ റെസ്പിറേഷൻ നോക്കിയാൽ നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ വൈറ്റൽ സയൻസിൻ്റെ TPRലെ T4 ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ റെസ്പിറേഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.